ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ഇതിന് പേരൊന്നുമില്ല, ഞങ്ങളിട്ട പേര് ബട്ടർ ബൈറ്റ്സ് എന്നാണ്. അത് 4 മണി സ്നാക്സാണ്. നല്ല ടേസ്റ്റിയാണ്, മധുരം ഇല്ലാത്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദ, അതിനകത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ബട്ടറാണ്, വീട്ടിൽ ഉരുക്കിയതാണ്. അപ്പം 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വേണ്ട, 1/4 കപ്പോളം ബട്ടർ ഞാനിതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അത്രയും വെച്ച് തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഒരു 2 സ്പൂൺ വല്ലതും ഇച്ചിരി പാല് ചേർത്താൽ മതി. എന്നിട്ടിത് നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് പരത്തുന്നത് പോലെ ആ പരുവത്തിനാക്കി എടുക്കണം. ഇത് പേസ്ട്രി പോലെയും അല്ലാതെ ബിസ്ക്കറ്റ് പോലെയും അല്ല. ഓരോ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ ഓവൻ ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി ചെയ്തതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ ചീസ് ബിസ്ക്കറ്റൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, ആ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ മാവ് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല ഒത്തിരി നേരം ഇങ്ങനെ ചെയ്യണം, അപ്പോഴേ ആ മാവ് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇത് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയിട്ട് ഓരോരോ ഷേപ്പ്, നമുക്ക് ഏത് ഷേപ്പ് വേണോ അതിൽ അങ്ങ് മുറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ആ വി ഷേപ്പിൽ തന്നെ എടുക്കുകയാണ്. അതിൻ്റെ അറ്റത്തൊരു ചെറിയ ഡിസൈനൊക്കെ ഉണ്ട്, അപ്പോൾ അതും കൂടെ ആയി കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ പ്ലേറ്റ് എടുത്തത്. എന്നിട്ട് ഇത് നമ്മൾ റൗണ്ടിലാണേലും നല്ലതായിരിക്കും. ഞാനിതെല്ലാം ഒരേ രീതിയിൽ എടുക്കുകയാണ്. പിന്നെ സ്ക്വയറായിട്ടും കുറച്ചെണ്ണം മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി വരുന്നത് സ്ക്വയറായിട്ട് മുറിക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറിയ ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കണം, ആ ചെറിയ ഹോൾ വരാൻ വേണ്ടിയിട്ട്. ഫുള്ളായിട്ടല്ല, ചെറുതായിട്ട് മേലിലോട്ട് മാത്രമാണ്. ഇത് അവനിൽ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ അവൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണയ്ക്കകത്താണ് വറുത്തെടുക്കാൻ പോകുന്നത്. അതുപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഏത്തയ്ക്ക ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പഴവും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ വെച്ച് ഒരു പപ്സ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഏത്തയ്ക്ക ഹാഫാക്കി വെച്ചിട്ട് അതിങ്ങനെ അതിനെ മടക്കി വയ്ക്കുകയാണ്. ശരിക്കും പപ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ലെയർ വരും. ഇത് നമ്മൾ ഒത്തിരി ലെയറൊന്നും ഇല്ല, 2 ലെയറാണ്. ഞാൻ 2 പ്രാവശ്യം മടക്കി പരത്തിയതാണ്. അത് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം, ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ സൈഡെല്ലാം നമ്മൾ അത് ഡിസൈൻ ഉള്ളതായതുകൊണ്ട് അത് വെച്ചിങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം നമ്മൾ ഗ്യാസിൽ തന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു അവൻ എൻ്റെ കയ്യിലുണ്ട്. അതേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതിലത്രയും നല്ലതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ എണ്ണയ്ക്കകത്ത് തന്നെ വറുത്തെടുക്കാനാണ് പോകുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്താണ് വറുത്തെടുക്കുന്നത്. ആദ്യം ഏത്തയ്ക്ക വെച്ചത് നമ്മൾ വറുത്തെടുത്തിട്ട് അത് കഴിഞ്ഞ് ട്രയാങ്കിൾ ഷേപ്പും പിന്നെ സ്ക്വയർ ഷേപ്പിലുള്ള കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇത് ആദ്യമായിട്ടായതുകൊണ്ട് എങ്ങനെ വരുമെന്നറിയാത്തതുകൊണ്ട് കുറച്ചായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ലതാണെങ്കിൽ ഇനി ഉണ്ടാക്കാമല്ലോ. പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്ക് 2 ദിവസം കഴിഞ്ഞാണേലും കഴിക്കാം, അഴുക്കാകത്തില്ല. ഈ പാലൊട്ടും ചേർക്കാതെ നമ്മൾ വെറും ബട്ടർ മാത്രം വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഒരാഴ്ചയൊക്കെ അഴുക്കാകാതെ ഇരിക്കുമായിരിക്കും. പാലും ചേർത്തതായതുകൊണ്ട് 2 ദിവസത്തിൽ കൂടുതലൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഞാൻ മധുരം ചേർത്തിട്ടില്ല. മധുരം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇച്ചിരി പൊടിച്ചത് നമുക്ക് ചേർക്കാമായിരുന്നു. ഞാൻ മധുരം ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. 4 മണിക്ക് കഴിക്കാൻ നല്ല ഒരു സ്നാക്സാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്സിനേക്കാളും നല്ല ടേസ്റ്റായിരുന്നു. ബിസ്ക്കറ്റ് പോലെ ഉള്ളതും നല്ല ബിസ്ക്കറ്റ് കഴിക്കാവുന്ന പോലെ ചായയുടെ കൂടെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ക്രിസ്പിയാണ്, മധുരം ഇല്ലാത്തത്.
അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം നല്ല മഴക്കാലമല്ലേ, അപ്പോൾ നല്ല ചൂടായിട്ട് ഇങ്ങനെ ഈവനിങ് സ്നാക്സൊക്കെ കിട്ടുമ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻസ് അയക്കണം. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.